ഹായ്, ഞാൻ കിരൂസ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് IMOനെ കുറിച്ചുള്ള ഒരു ടിപ്പാണ്. ഇന്നലെ നിങ്ങൾക്കൊരു വീഡിയോ തന്നിരുന്നത് എങ്ങനെ ഒരു മൊബൈലിൽ 4 IMO അക്കൗണ്ടുകൾ ഉപയോഗിക്കാം എന്നാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മൊബൈൽ നമ്പർ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഇന്ത്യൻ നമ്പേഴ്സ് ഉപയോഗിക്കാതെ എങ്ങനെ IMO അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. അതായത് വിർച്വൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെ IMO ഉപയോഗിക്കാം എന്നാണ് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഇല്ലീഗലായിട്ട് ഇത് ഉപയോഗിക്കുക ചെയ്യരുത്. ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിൽ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നോക്കാം, ഞാൻ IMO ഉപയോഗിക്കുന്നില്ല. 4 IMOയ്ക്കും നമ്പർ വെരിഫൈ ചെയ്യാനാണ് ചോദിക്കുക. അടുത്ത എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. IMO ഉപയോഗിക്കുന്നില്ല ഞാൻ. എന്തായാലും തൽക്കാലം ഞാനിത് മിനിമൈസ് ചെയ്യാണ്. മിനിമൈസ് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് തരുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കൺട്രികളുടെ നമ്പർ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട ഇസ്രായേൽ ഒഴികെ ബാക്കി എല്ലാ ഏത് നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. കാരണം ഒന്നുമില്ല, ഇസ്രായേൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് അതിന്റെ പിന്നാലെ വരണ്ട എന്ന് വെച്ചിട്ടാണ് തൽക്കാലം ഞാൻ എടുക്കാൻ പോകുന്നത്. ഫ്രാൻസിൽ നിന്നാണ് 33 എന്ന് തുടങ്ങുന്ന നമ്പറാണ് എടുക്കുന്നത്. അതിന് നേരെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫ്രഷ് പേജ് അതുപോലെ തന്നെ കോപ്പി നമ്പർ എന്നും കാണാൻ കഴിയും. കോപ്പി നമ്പർ എടുക്കുക. കോപ്പി നമ്പർ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം നിങ്ങളുടെ IMO ഓപ്പൺ ചെയ്യാം. ആ നമ്പർ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടിൽ കൂടെ എത്രയെന്ന് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നേരെ ടിക്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കാം. കോഡിന് വേണ്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത്, കോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നേരെ നമ്മൾ ആ ആപ്ലിക്കേഷൻ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഇവിടെ റീഫ്രഷ് പേജ് എന്നുള്ളത് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും 10 സെക്കൻഡ് അഗോ എന്ന് പറഞ്ഞൊരു IMO കോഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്ത IMOയുടെ കോഡാണ് 2186. IMO ഓപ്പൺ ചെയ്യാം. 2186 കൺഫേം ചെയ്യാം. ഇപ്പോ നമുക്ക് അല്ലെങ്കിൽ ആ വിർച്വൽ നമ്പർ ഉപയോഗിച്ചിട്ട് എന്റെ IMO അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നോട്ട് നൗ കൊടുക്കാം. ഇത്രയും എന്റെ കോണ്ടാക്ട്സിലുള്ള IMO അക്കൗണ്ടുകളാണ് നിലവിലുള്ളത്. ഇനി ഞാൻ ചെയ്തിരിക്കുന്ന IMO അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുക്കുക. IMO അക്കൗണ്ട് സെറ്റിംഗ്സ് എടുക്കുക. ഡിലീറ്റ് യുവർ IMO അക്കൗണ്ട്. ആ നമ്പർ എത്രയാണെന്നുണ്ടെങ്കിൽ അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ പോയിട്ട് എത്രയാണ് കൊടുത്ത നമ്പർ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ
ഞാൻ ആ IMO അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് വെർച്വൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു IMO അക്കൗണ്ട് തുടങ്ങാനുള്ള സ്റ്റെപ്പുകൾ. യാതൊരു കാരണവശാലും ഇല്ലീഗൽ പ്രൊഫഷണൽ ടിപ്പുകൾ ഉപയോഗിക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുക. ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ കീരൂസ് എന്ന് പറയുന്ന പേജ് ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളെ ഇമെയിലേക്ക് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് Kirus143 എന്ന് പറയുന്ന എൻ്റെ ഈ യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീരൂസ്.